അവിചാരിതമായിട്ട് ആലപ്പുഴയിലേക്ക് എത്താൻ കഴിഞ്ഞതും ഇതുപോലൊരു സ്ഥാപനത്തിൻ്റെ തുടക്കത്തിലെ ഭാഗമാകാൻ കഴിയുന്ന സന്തോഷം രേഖപ്പെടുന്നു. എനിക്ക് അടുപ്പമുള്ള ഒരുപാട് ആളുകൾ ഉൾപ്പെടുന്നു. അവിചാരിതമായി രണ്ട് പേരെ പെട്ടെന്ന് കാണാൻ കഴിയുന്ന സന്തോഷം. കാരണം നമ്മൾ പലപ്പോഴും അറിയാൻ പറ്റും, ഒരു ചെറിയ റൂമിൽ ചെറിയ സംവിധാനത്തിൽ തുടങ്ങി പിന്നീട് 1,00,000 കോടി രൂപയുടെ മൂല്യത്തിലെത്തിപ്പോയ ഫ്ലിപ്കാർട്ടിനെയൊക്കെ ഞാൻ അറിയാതെ ഓർത്തു പോവുകയാണ്. കാരണം നമ്മൾ അറിയപ്പെടാത്ത പല ഉൽപ്പന്നങ്ങളുടെയും പല അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തി ആർജിച്ച ഉൽപ്പന്നങ്ങളുടെയും തുടക്കം എന്ന് പറയുന്നത് ഇതുപോലെ ചെറിയ ലാബുകളിൽ നിന്നാണ്. ലോകമായ തറവാട് എന്ന സമീപത്തിൽ ഉൽപ്പന്നങ്ങളുടെ വിപണി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് കോസ്മെറ്റിക്സ്. ലോകത്തെ ഏറ്റവും വലിയ പേണമുള്ള ബിസിനസ്സുകൾ എടുത്താൽ അതിൽ ആദ്യത്തെ 10 സ്ഥാനം പിടിക്കുന്നതാണ് കോസ്മെറ്റിക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. പക്ഷേ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന 90% ഉൽപ്പന്നങ്ങളും ശരീരത്തിന് ഹാനികരമായതോ ശരീരത്തിൻ്റെ സ്നിഗ്ധതയും നൈസർഗികമായ പ്രവർത്തനങ്ങളെയും ദോഷം ചെയ്യുന്നതോ പലപ്പോഴും നാച്ചുറലായ പ്രവൃത്തികളുടെ ഒരു അഭാവമാണ് മേഖലയിലുള്ളത്. അഥവാ നാച്ചുറൽ എന്ന് പറഞ്ഞ പേര് പറയുന്ന പലതിൻ്റെയും പിന്നിൽ ആർട്ടിഫിഷ്യലായ പല ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന ഉൽപ്പന്നം. അപ്പം ഇതിൻ്റെ ഒരു സാധ്യതകളെന്ന് പറയുന്നത് കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിലെല്ലാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നമുക്കറിയാൻ പറ്റും, ആൻറ്റി ഏജിങ് എന്ന് പറയുന്നത് കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിൽ വലിയൊരു ഭാഗമാണ്. ഏജിങ് തടയുവാൻ ഏത് ഉൽപ്പന്നം ഉപയോഗിച്ചാൽ തടയാൻ കഴിയുമെന്നുള്ളത് ലോകത്തെ സെലിബ്രിറ്റീസ് ഉൾപ്പെടെ എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് അത്തരം മേഖലകളിൽ യൂസ് ചെയ്യാൻ കഴിയുന്ന അതിൻ്റെ ഒരു ഉപോൽപ്പന്നമായ ഈ സെല്ലോസ് ഓയിൽ എന്ന് പറഞ്ഞ ഉൽപ്പന്നം ലോഞ്ച് ചെയ്യുന്നത്. അപ്പം സ്കൈ സ്ഥലത്ത് എന്ന് വേണേൽ പറയാൻ കഴിയും. ഇതിൻ്റെ കെമിസ്റ്റായ മേഡം പറഞ്ഞതിനേക്കാൾ ഏറ്റവും പ്രധാനം അറിയാൻ കഴിയും. ഡൽഹിയിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ മാസത്തിന് നമുക്ക് ഏറ്റവും യാത്ര ചെയ്യാനുള്ളതും താമസിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ഡൽഹി. കാരണം പണ്ടൊക്കെ ഉള്ള ചില വിശ്വാസങ്ങളുടെ പേരിൽ കൃഷി കഴിഞ്ഞാൽ ഉടൻ തന്നെ പാടശേഖരങ്ങൾ കംപ്ലീറ്റ് കത്തിച്ച് തീയിടുകയും അതിൻ്റെ ഫലമായി അന്തരീക്ഷത്തിൽ ഉയർന്ന പുക ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞാൽ മാറാതെ നിൽക്കുന്ന ഡൽഹിയിൽ വിമാനങ്ങൾ പോലും സമയത്ത് പറക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. എയർ പൊല്യൂഷൻ ലോകത്തെ ഏറ്റവും മോശമായ ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നതിൽ വലിയ റോളുള്ള സാധനമാണ് ഈ പറയുന്ന സീസണിൽ കച്ചി കത്തിക്കുക എന്ന് പറയുന്നത്. ആ കച്ചി കത്തിക്കുന്നതിന് പകരം ആ കച്ചി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഉൽപ്പന്നം വേണമെങ്കിൽ പറയാറുണ്ട് സെല്ലോസ് ഓയിൽ പറയുന്നത്. അപ്പം പലപ്പോഴും നമ്മളുടെ നാട് നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടാണ് പല ഉൽപ്പന്നങ്ങൾ രംഗത്ത് വരുന്നത്. അത്തരമൊരു ഉൽപ്പന്നമാണ്. അപ്പോൾ ഈ ഉൽപ്പന്നത്തിൻ്റെ ഭാവി എങ്ങനെയാണെന്നുള്ളത് ഇതിൻ്റെ ഭാവിയുടെ വളർച്ചയും ഈ ഉൽപ്പന്നത്തിൻ്റെ ഉപയോഗ മേഖലകളെയും അടിസ്ഥാനമാക്കിയായിരിക്കും മുന്നോട്ട് പോകുന്നത്. അതിലുപരി ഇതിൽ ഭാഗമാകാൻ കഴിഞ്ഞ വളരെ സന്തോഷം. ഉദ്ഘാടനം നമുക്ക് ചില ബാധ്യതകളോട് തരുന്നുണ്ട്. കാരണം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ നമ്മുടെ മനസ്സിലൊരു ഓടി തുടങ്ങും. ഇത് ഇത്ര കാലം വരെ ഓരോ സമയത്തും കടന്നു പോകുമ്പോൾ ഇത് ഈ പറയുന്നതിനകത്തെ ഒരു അധികമായി കളിക്കുന്ന ഒരു ചെടി പോലും നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കും. കാരണം ഇത് ഉദ്ഘാടനം ചെയ്ത് നമ്മളാണ്. അത് ഉദ്ഘാടനം ചെയ്യുന്ന ആൾക്ക് കൊടുക്കുന്ന ബാധ്യത വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ഘാടനം പറഞ്ഞ സ്ഥലത്തൊക്കെ പതുക്കെ സ്കിപ്പ് ചെയ്ത് മാറത്തേ ഉള്ളൂ. അവസാന സമയത്ത് എന്തെങ്കിലും പുറത്തേക്ക് ഒഴിഞ്ഞു മാറും. കാരണം എൻ്റെ ചിന്തയുടെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. കാരണം അത് വളരെ കുറച്ച് സ്ഥാപനങ്ങൾ ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളൂ. ഒരുപാട് പറഞ്ഞ് എല്ലാവരും പത്ത് മാറി പോകും. ഈ ഭാഗമായാൽ ഈ ഒരു പ്രശ്നം എൻ്റെ മനസ്സിനെ അലട്ടും. അങ്ങനെ മുതൽ പിന്നെ ഞാൻ ഇതുവഴി സഞ്ചരിക്കുമ്പോഴൊക്കെ എനിക്ക് ഇതിലേക്കൊന്ന് പാസ് ചെയ്ത് പോകേണ്ടി വരുമ്പോൾ ഞാൻ നോക്കും. ഒരു കാർഡ് വളർന്നാൽ പോലും അത് എനിക്ക് വിഷമമുണ്ടാകും. കാരണം എൻ്റെ കയ്യിൽ അത് പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകാതെ ഇതൊരു നല്ല സ്ഥാപനമായി മാറട്ടെ, അതിന് രാജേഷിൻ്റെ കൂട്ടർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.